ഇടി വെട്ടിയവനെ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞ അവസ്ഥയായി. ഞാനും വിളിച്ചപ്പോ പുറത്തേക്കൊന്ന് ഇറങ്ങിയതാട്ടാ. എന്തായാലും മഴയൊക്കെ അല്ലേ, ഒന്ന് തണുക്കാച്ചിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ. കുറെ വർഷങ്ങളായിട്ട് എന്റെ കൂടെയുള്ള കൂടപ്പിറപ്പ് പോലത്തെ ഉള്ള എന്റെ ചെരുപ്പാ. ഞാൻ എത്ര ആയാലും ഞാൻ അത് ഒഴിവാക്കും. ഇത് കണ്ടില്ല, എന്റെ ഈ പുതിയ ചെരുപ്പ് നേരാക്കാൻ തുന്നാൻ കൊടുക്കാൻ പോയപ്പോഴാണ് എന്റെ ഈ പഴയ ചെരുപ്പ് പൊട്ടിപ്പോയത്. അത് കറക്റ്റും ഈ അച്ചച്ച ഇരിക്കുന്ന സ്ഥലത്ത് എത്തിയപ്പോ തന്നെ എന്റെ ചെരുപ്പ് പൊട്ടും ചെയ്തു. അപ്പൊ എന്തായാലും ആ അച്ചച്ചൻ പറഞ്ഞ് ഈ ഒരു ചെരുപ്പ് മാത്രം അവിടെ തുന്നാൻ പറ്റുള്ളൂ, ഇപ്പൊ ഈ പൊട്ടിയ ചെരുപ്പ് അവിടെ തുന്നാൻ പറ്റില്ല, അത് വല്ല ഫെവിക്കോൾ വെച്ച് ഒട്ടിക്കേണ്ടി വരുന്നു. എന്തായാലും ഇപ്പൊ തുന്നാൻ കൊടുന്ന ചെരുപ്പ് ഇട്ടിട്ടല്ല ഞാൻ പോണെന്ന് വിചാരിച്ചത്. അത് പിന്നെ എപ്പോഴേലൊക്കെ എവിടേക്കേലൊക്കെ പോകുമ്പോഴാച്ചിട്ട് എടുത്ത് വെച്ചായിരുന്നു. ഞാൻ അങ്ങനെ എപ്പോഴെപ്പോഴും ചെരുപ്പ് വാങ്ങിക്കുന്ന ഒരാളല്ല. അപ്പൊ അച്ചച്ച എന്തായാലും നമുക്കൊരു 10 മിനിറ്റിന്റെ ഉള്ളിൽ അത് റെഡിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ എന്തായാലും ഇപ്പൊ പുതിയത് കിട്ടിയത് പോയി ഇടുമ്പോ ഒരു രസം ഉണ്ടാവുമല്ലോ നമുക്ക്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് പുതിയത് ഇട്ട് നോക്കാനുള്ള ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ എന്തായാലും ഇട്ട് നോക്കുന്നുണ്ട്. ഇപ്പൊ ഇത് വെച്ചപ്പോ ഞാൻ അത് സ്റ്റൂളിന്റെ മുകളിൽ കയറിയുന്ന പോലെ ആയിട്ടാ. പിന്നെ ഗൈസ്, ഇത് പുതിയ ചെരുപ്പല്ല, ഞാൻ ഓൾറെഡി ഇട്ട് 2 വട്ടം ഇടുമ്പോഴത്തേനും ഇത് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് തുന്നിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ പഴയ ചെരുപ്പിന് ഞാൻ എന്തായാലും ഉപേക്ഷിച്ചില്ല, അത് തട്ടിക്കുട്ടി കൊണ്ടുപോയിട്ടാ. പിന്നെ ബസ്സിലാണെങ്കിൽ ഭയങ്കര പാട്ടായതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര എൻജോയ്മെന്റ് ആയി. അത് കഴിഞ്ഞിട്ട് ഇത് ഞങ്ങളിതാ സ്റ്റുഡിയോയിൽ പോകും. സ്റ്റുഡിയോത്തെ ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഫോട്ടോ ഫ്രെയിം ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ വാങ്ങിച്ച് ഞങ്ങളിതാ അമ്മമ്മയുടെ അടുത്തേക്ക് പോവാണ് കേട്ടോ. അപ്പൊ ഈ ഫോട്ടോ അവിടെ കൊണ്ടു കൊടുക്കണമല്ലോ. അപ്പൊ ഈ അച്ഛനെ ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾ അച്ഛൻ്റെ പോലെ തോന്നി. പിന്നെ ബസ് കയറാൻ നിന്നപ്പോഴാണെങ്കിലോ ഇവിടെ ഭയങ്കര ഒരു ഷവർമ്മയുടെ സ്മെല്ല്. അപ്പൊ എന്തായാലും ഒരു ഷവർമ്മയും വാങ്ങിച്ചു ഗൈസ്. അപ്പൊ എന്റെ ടീം അർജന്റീനയാണ്, നിങ്ങൾ ഏതാ ടീമെന്ന് കമന്റ് ചെയ്യേ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.